എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ജീവിതയാത്രയെക്കുറിച്ചാണ്. ഗുജറാത്തിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിരുന്ന ഒരു സാധാരണ ബാലൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി 3-ാം തവണയും രാജ്യം ഭരിക്കുന്നു. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദിയുടെ കഥയാണ്. വിവാദങ്ങളും വിജയങ്ങളും നിറഞ്ഞ ഈ ജീവിതം എങ്ങനെയാണ് ഇത്രയും ഉയരത്തിലെത്തിയത് എന്ന് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് 1950 സെപ്റ്റംബർ 17-നാണ്. ഗുജറാത്തിലെ മേഘ്സാന ജില്ലയിലെ വഡ്നഗർ എന്നൊരു ചെറിയ ഗ്രാമം. വളരെ സാധാരണക്കാരായ ദാമോദർദാസ് മോദിയുടെയും ഹീരാബെന്നിൻ്റെയും 6 മക്കളിൽ 3-ാമനായാണ് നരേന്ദ്രമോദി ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ആ കുട്ടിക്കാലം. അച്ഛനെ സഹായിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ മോദിയും കൂടുമായിരുന്നു. പക്ഷേ ആ ദാരിദ്ര്യത്തിനിടയിലും അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതാണ് വായനയും രാജ്യസ്നേഹവും. വെറും 8-ാം വയസ്സിലാണ് മോദി RSS ശാഖയിൽ പങ്കെടുത്തു തുടങ്ങുന്നത്. ലക്ഷ്മൺ റാവു ഇനാംദാർ എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവിനെ കണ്ടെത്തുന്നത് ഇവിടെ വെച്ചാണ്. 17-ാം വയസ്സിൽ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു: വീട് വിട്ടിറങ്ങുക. അടുത്ത 2 വർഷം അദ്ദേഹം ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് ഹിമാലയത്തിലും രാമകൃഷ്ണ മിഷനിലും ഒക്കെ സഞ്ചരിച്ചു. ഈ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം മാറ്റിയത്. 1971-ൽ തിരിച്ചെത്തിയ മോദി RSSൻ്റെ പൂർണ്ണസമയ പ്രവർത്തകനായി. 1975-ൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ മോദിയുടെ സംഘടനാ പാടവം രാജ്യം അറിഞ്ഞു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സിഖ് വേഷത്തിലും സന്യാസി വേഷങ്ങളിലും ഒളിവിലിരുന്ന് അദ്ദേഹം സർക്കാരിനെതിരെ ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം കണ്ട് 1987-ൽ RSS അദ്ദേഹത്തെ BJPയിലേക്ക് നിയോഗിച്ചു. വെറും ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങിയ മോദി തന്റെ കൃത്യമായ പ്ലാനിംഗ് കൊണ്ട് വളരെ പെട്ടെന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഉയർന്നു. LK അദ്വാനിയുടെ രഥയാത്രയും മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയും വിജയകരമാക്കാൻ പിന്നെ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം മോദിയായിരുന്നു. 2001-ൽ മോദിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു മാറ്റം സംഭവിച്ചു. ഗുജറാത്തിലുണ്ടായ വൻ ഭൂകമ്പത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിന് പകരക്കാരനായി BJP മോദിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. അതുവരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ആളായിരുന്നു മോദി. മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഗുജറാത്തിനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി. ടാറ്റ നാനോ ഫാക്ടറി ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നത് അതിന് ഒരു ഉദാഹരണമാണ്. 24 മണിക്കൂറും വൈദ്യുതി, മികച്ച റോഡുകൾ എന്നിവ വഴി ഗുജറാത്ത് മോഡൽ വികസനം രാജ്യമെങ്ങും ചർച്ചയായി. 2002-ലെ ഗുജറാത്ത് കലാപം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കറയായി മാറി. വലിയ തോതിലുള്ള വിമർശനങ്ങളും കോടതി കേസുകളും അദ്ദേഹം നേരിട്ടു. എന്നാൽ വികസന നായകൻ എന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ച് തുടർച്ചയായി 4 തവണ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ 2014-ൽ BJP അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അച്ഛേ ദിൻ ആനേ വാലേ ഹേ, നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയിലുടനീളം അദ്ദേഹം നടത്തിയ പ്രചരണം ഒരു കൊടുങ്കാറ്റായി മാറി. 30 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. മോദി ഇന്ത്യയുടെ 14-ാമത് പ്രധാനമന്ത്രിയായി. അവിടെയും തീർന്നില്ല. 2019-ലും തുടർന്ന് ചരിത്രം കുറിച്ച് 2024-ലും തുടർച്ചയായി 3 തവണയും അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ തിരിച്ചെത്തി. ജവഹർലാൽ നെഹ്റുവിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ നേതാവാണ് അദ്ദേഹം. 2014-ന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല. മോദി സർക്കാരിന്റെ ഭരണകാലത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രധാനമായും 3 മേഖലകളിലാണ് രാജ്യം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ വിപ്ലവം. പണ്ടൊക്കെ ഒരാൾ 500 രൂപ മാറാൻ നമ്മൾ ബാങ്കിന് മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ? എന്നാൽ ഇന്ന് ഒരു യാചകൻ മുതൽ വലിയ മാളുകൾ നടത്തുന്നവർ വരെ കയ്യിൽ ഒരു QR കോഡുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ 2 പ്രധാന പദ്ധതികളുണ്ട്.
ബാങ്ക് എന്നാൽ പണക്കാർക്ക് മാത്രം ആണെന്നുള്ള ചിന്ത മാറ്റി രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാർക്ക് 0 ബാലൻസിൽ അക്കൗണ്ടിൽ തുടങ്ങിയ ജൻധൻ യോജന പദ്ധതി. അമേരിക്കയും യൂറോപ്പും പോലെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ഒന്നാണ് നമ്മുടെ UPI വിപ്ലവം. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്ന ഇന്ത്യയിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു എന്നതാണ്. അഴിമതിക്ക് അവിടെ വലിയൊരു തടയിടാൻ അതിലൂടെ സാധിച്ചു. അടുത്തത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. പണ്ടൊക്കെ ഇന്ത്യയിലെ റോഡുകളെക്കുറിച്ചും ട്രെയിനുകളെക്കുറിച്ചും നമുക്കൊക്കെ വലിയ പരാതികളായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ചിന്തിക്കുന്നത് റോക്കറ്റ് സ്പീഡിലാണ്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളായ വന്ദേ ഭാരത് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ പോലും വന്ദേ ഭാരതിന് എത്ര വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് നമ്മൾ കാണേണ്ടതാണ്. മുമ്പ് ഒരു ദിവസം നിർമ്മിച്ചിരുന്ന ഹൈവേകളുടെ നീളമല്ല ഇന്ന്. കിലോമീറ്ററുകൾ നീളുന്ന എക്സ്പ്രസ് വേകളും വലിയ പാലങ്ങളും തുരങ്കങ്ങളും ഇന്ന് റെക്കോർഡ് വേഗതയിലാണ് പൂർത്തിയാകുന്നത്. റോഡുകൾ മാറുമ്പോൾ രാജ്യത്തിന്റെ ബിസിനസ്സും സാമ്പത്തിക വ്യവസ്ഥയുമാണ് മാറുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം എടുത്ത ചില കടുത്തതും ധീരവുമായ തീരുമാനങ്ങളാണ്. ഇതിൽ പലതും വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. 2016 നവംബർ 8 ആ രാത്രി ഇന്ത്യക്കാർ ആരും മറക്കില്ല. 500, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ ഞെട്ടിച്ചു. കള്ളപ്പണവും കള്ളനോട്ടും തടയാൻ വേണ്ടിയായിരുന്നു ഈ കടുത്ത തീരുമാനം. വലിയ ജനകീയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും സാമ്പത്തിക രംഗം ഡിജിറ്റലിലേക്ക് മാറാൻ ഇതൊരു വലിയ കാരണമായി. ഇന്ത്യയിലുടനീളം നിലവിലുണ്ടായിരുന്ന പലതരം നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ GST നടപ്പാക്കി. ബിസിനസ് രംഗത്തെ കൂടുതൽ സുതാര്യമാക്കാൻ ഇത് സഹായിച്ചു. പതിറ്റാണ്ടുകളായി ഇന്ത്യ നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി. ആരും തൊടാൻ ഭയപ്പെട്ടിരുന്ന ആർട്ടിക്കിൾ 370 ഒറ്റയടിക്ക് റദ്ദാക്കിക്കൊണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഗമാക്കി മാറ്റാൻ മോദി സർക്കാരിന് സാധിച്ചു. സുഹൃത്തുക്കളെ, രാഷ്ട്രീയമായി നിങ്ങൾ മോദിയെ അനുകൂലിക്കുന്നവരാകാം, അല്ലെങ്കിൽ എതിർക്കുന്നവരാകാം. പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സ്വന്തം അധ്വാനം കൊണ്ടും കഠിനമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടും ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി മാറിയ നരേന്ദ്രമോദിയുടെ ജീവിതം ഏതൊരു സാധാരണക്കാരനും ഒരു വലിയ പാഠമാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.